ഷാലോമിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുഖപടമണിഞ്ഞു നിന്നും നീലാകാശ കുടയുടെ കീഴിൽ വെയിൽ കാഞ്ഞും ഭൂമി വാഴുന്നും ഋതുഭേദ നിറങ്ങളാടും ആവാസഗേഹമായി ജീവനും മനുഷ്യനും നീ. പഞ്ചഭൂതങ്ങളിൽ ഒന്നായ അഗ്നി മറ്റ് പഞ്ചഭൂതങ്ങളിലെ മറ്റ് ഭൂതങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അഗ്നി സൃഷ്ടിയുടെ ആരംഭത്തിലൊരു ദൈവിക സാന്നിധ്യത്തിൻ്റെ പ്രതീകമാകുന്നുണ്ട് എന്ന് തോന്നുന്നു. ലെറ്റ് ദെയർ ബി ലൈറ്റ്, അല്ലെങ്കിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ഉള്ള വചനത്തോടുകൂടിയാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അഗ്നി രൂപത്തിൽ വെളിപ്പെടുകയാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ഏത് നല്ല ചടങ്ങിന് മുമ്പും തിരികൊളുത്തിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ ഈശ്വര സ്മരണയോടുകൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. പിന്നീട് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അല്പം കൂടെ വ്യക്തമായ ഭാഷയിൽ ദൈവ സാന്നിധ്യം തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ മധ്യേ അഗ്നിയുടെ രൂപത്തിൽ പ്രകാശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മുൾപ്പടർപ്പിൽ എരിയുന്ന തീയായി മോശയുടെ മുമ്പിൽ യഹോവ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ മുൾപ്പടർപ്പ് കത്തിപ്പോകുന്നില്ല എന്ന് പ്രത്യേക ഒരു പരാമർശമുണ്ട്. അത് പുതിയ നിയമമായിട്ട് പൗരസ്ത്യ സഭയിലെ പിതാക്കന്മാർ കണക്ട് ചെയ്തിട്ട് മറിയത്തിൻ്റെ സാദൃശ്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ തന്നെയും നാശരൂപമല്ലാത്ത സൗഹൃദത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ട് മോശ കണ്ട മുൾപ്പടർപ്പിലെ അഗ്നിയെ നമുക്ക് കാണാം. പിന്നീട് ഇസ്രായേൽക്കാരുടെ സഹയാത്രികനായി പോകുന്ന മരുഭൂമിയിൽ അവരുടെ യാത്രയിലെ സഹകാരിയായി ദൈവം പ്രത്യക്ഷപ്പെടുന്നത് രാത്രിയിൽ അഗ്നിത്തൂണായിട്ടാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടിൻ്റെ സമയത്ത് പ്രകാശമായിട്ടും വഴികാട്ടിയായിട്ടുമൊക്കെ ദൈവ സാന്നിധ്യം വീണ്ടും നാം കാണുന്നുണ്ട്. അങ്ങനെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരവിൽ അഗ്നിനാവുകളുടെ സാദൃശ്യത്തിൽ പരിശുദ്ധാത്മാവ് ശിഷ്യ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അഗ്നിയുടെ സാന്നിധ്യം ദൈവ സാന്നിധ്യത്തിൻ്റെ മറുവാക്കായിട്ടാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ഒരുപക്ഷെ ഇന്നും അഗ്നി മനുഷ്യജീവിതത്തിലെ ആ പരോപകാരപ്രദമായ സാന്നിധ്യമായിട്ടും ദൈവ സാന്നിധ്യമായിട്ടും തെളിച്ചമായും വെളിച്ചമായും
നിലകൊള്ളുന്നു. അപ്പോൾ മറ്റ് ഘടകങ്ങളെപ്പോലെ തന്നെ അഗ്നിയും പഞ്ചഭൂതങ്ങളിലൊന്നായ അഗ്നി മനുഷ്യ ജീവിതത്തിൻ്റെ ദൈവികവും ആത്മീയവുമായ സാന്നിധ്യമായിട്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നു. പാലക്കാട് ഉഷ്ണവാതങ്ങൾ കടന്നുപോകുന്ന അട്ടപ്പാടിയുടെ സമതല പ്രദേശങ്ങളിൽ പാരമ്പര്യ കൃഷിരീതികളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ചില എളിയ ശ്രമങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. അതിനു മുൻപ് വൈദികരും ആശ്രമവാസികളുമായ ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞങ്ങൾ റൊഗേഷനിസ്റ്റ് സന്യാസ സഭാ അംഗങ്ങളാണ്. ഇവിടെ ഈ ആശ്രമത്തിൻ്റെ പേര് റൊഗേഷനിസ്റ്റ് ആശ്രമം എന്നാണ്. ഇതൊരു ഇറ്റാലിയൻ കോൺഗ്രിഗേഷനാണ്. വിശുദ്ധ ഹാനിബാളിനാൽ സ്ഥാപിതമായ ആശ്രമമാണ്. ഇതിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് നല്ല വേലക്കാരുണ്ടാകുവാനായിട്ട് സമൂഹത്തിൽ സഭയിൽ നല്ല സമർപ്പണ ബോധമുള്ള അർപ്പണ ബോധമുള്ള വിശുദ്ധരായ വേലക്കാരുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക, അതിനായിട്ട് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ വിശുദ്ധിയുള്ള നല്ല വേലക്കാരനായിട്ട് സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് സമൂഹത്തിനായിട്ട് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ഈ ആശ്രമം ഇവിടെ തുടങ്ങുന്ന കാലത്ത് ഈ കാണുന്ന പച്ചപ്പോ ഹരിതാപവും ഇവിടെ ഇല്ലായിരുന്നു. ഇത് തീർത്തും ഒരു ഉഷരഭൂമിയായിരുന്നു, കൃഷികളൊന്നുമില്ല. അവിടെയാണ് ഈ ഒരു വെഞ്ചർ ഞങ്ങൾ തുടങ്ങി വെക്കുക. ആനക്കട്ടിയിൽ നിന്നും കോട്ടത്തറയിലേക്കുള്ള രാജവീതിയിൽ ഷോളയൂർ പഞ്ചായത്തിൽ കൽമുക്കിയൂരാണ് ഈ റൊഗേഷനിസ്റ്റ് ആശ്രമം നിലകൊള്ളുന്നത്. വെയിലേറ്റ് വാടി തരിശായി കിടന്ന 30 ഏക്കർ ഭൂമി ഇന്ന് പൊന്നു വിളയുന്ന മണ്ണാണ്. അതിൻ്റെ പിന്നിലെ അധ്വാനവും സമർപ്പണവും ദൈവഹിതം തന്നെയാണ്. ഏകദേശം 6 വർഷമായിട്ട് ഞങ്ങളിവിടെ കൃഷി തുടങ്ങിയിട്ട് ഇവിടെ ഈ കാലാവസ്ഥയ്ക്ക് അനുയോജിച്ച തെങ്ങ്, മാവ്, കശുമാവ്, അതുപോലെ തന്നെ നാരകം, അനാറ് അങ്ങനെയുള്ള വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നു. അപ്പം വളരെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, കീടനാശിനികളൊന്നും ഉപയോഗിക്കുന്നില്ല. കൂടുതലായിട്ട് ചാണകം, ഒന്നരാടം ചാണകം ചാരം ഇട്ട് കൊടുക്കും, പിന്നെ നനയ്ക്കുന്നു. കത്തുന്ന കാറ്റിൻ്റെ കൈകളെ അല്പമെങ്കിലും കുളിരണിയിക്കുന്നത് നീലഗിരി കുന്നുകളാണ്. എങ്കിലും ഈ മണ്ണിനെ ഹരിതാഭമാക്കാൻ ഈ വൈദികർ ചെയ്യുന്ന കഠിന ശ്രമങ്ങളെ പ്രകൃതിക്ക് പോലും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഇവിടെ പൊടിയുന്ന ഓരോ തളിരിലും ഇവരുടെ വിശ്വാസ ചൈതന്യം തുടിക്കുന്നുണ്ട്. ഈ അച്ഛന്മാരുടെ സാന്നിധ്യം തീർച്ചയായും പ്രശംസനീയമാണ്. വരണ്ട മണ്ണിനെ ഫലപുഷ്ടി ഉള്ള മണ്ണാക്കി മാറ്റിയിരിക്കുകയാണിവർ. അവരുടെ കൃഷിരീതി തീർച്ചയായും നമുക്ക് അനുകരിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ഈ നാടിന് ആധ്യാത്മികമായും സാമൂഹികമായും അതുപോലെ തന്നെ കൃഷിയിലൂടെയും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ അച്ഛന്മാർ. ഞങ്ങൾ അടുത്തുള്ളത് കൊണ്ട് തന്നെ അവരെ അറിയാവുന്നതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംതൃപ്തരാണ്. ഇവിടുത്തെ നാട്ടുകാർക്കും തീർച്ചയായും അനുകരിക്കാവുന്ന മാതൃക അവർ കാണിച്ചു തരുന്നു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ വിജയിക്കട്ടെ. അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നു. ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു ഈ മുൾക്കാടുകളെല്ലാം നീക്കി ഈ രീതിയിൽ ആക്കിയെടുക്കുന്നതിനായിട്ട്. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം അച്ഛന്മാർക്ക് ഇതെന്താ കാര്യമെന്ന്. ഈ അച്ഛന്മാർ 2 അച്ഛന്മാർ ഇവിടെ വന്ന് ഈ കൃഷിയും പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇതിന് വലിയൊരു ആത്മീയ വശം കൂടെയുണ്ട്. ഇപ്പം ഞങ്ങളുടെ സഭാ ചൈതന്യമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ ചൈതന്യം കുടികൊള്ളുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവിൻ്റെ അനുകമ്പയെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിന് ജനങ്ങളെ കണ്ടപ്പോൾ തോന്നിയ അനുകമ്പ, ആ അനുകമ്പയിൽ നിന്നാണ് 38-ാമത്തെ വാക്കുണ്ടാകുന്നത്. വിളവധികം വേലക്കാരോ ചുരുക്കം, അതിനാൽ
തൻ്റെ വിളുഭൂമിയിലേക്ക് നല്ല വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ഇത് കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന അനുകമ്പയാണ്. ഞങ്ങളുടെ പേര് കാണുന്നത് പോലെ തന്നെ റൊഗേഷനിസ്റ്റ് ഓഫ് ദ ഹാർട്ട് ഓഫ് ജീസസ്, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ റൊഗേഷനിസ്റ്റുകൾ. ഈ കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ഈ അനുകമ്പ സംശീകരിക്കുവാൻ, ഈ അനുകമ്പ നമ്മൾ മനുഷ്യരോട് കാണിക്കണം, ഇതേ അനുകമ്പ നമ്മൾ പ്രകൃതിയോടും കാണിക്കണം. കാരണം ഈ പ്രകൃതി എന്ന് പറയുന്നത് എന്താ? ഇവിടെയാണ് ദൈവം വസിക്കുന്നത്. ദൈവത്തെ നമ്മൾ കണ്ടെത്തേണ്ടത് ഈ പ്രകൃതിയിലാണ്. പ്രകൃതിയിൽ നിന്ന് തമ്പുരാനെ കണ്ടെത്തണം. ഇത് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിലും ആഹ്വാനം ചെയ്യുന്നത്. പഴങ്ങളും പച്ചക്കറികളുമാണ് ഇവിടുത്തെ പ്രധാന കൃഷികൾ. അതിൽ തന്നെ ബഹുവിധങ്ങളായ വൈവിധ്യങ്ങളും. അതുകൊണ്ട് തന്നെ ഏറെ സമ്പന്നമാണ് ഇവിടുത്തെ മാന്തോട്ടം. ഒട്ടേറെ മുന്തിയ ഇനം മാവുകളാൽ ഈ ഭൂമിക കൂടുതൽ സുന്ദരമാണ്, ഒപ്പം അനുഗ്രഹീതവും. ഇപ്പോൾ ഇവ കാണുന്ന മാവൊക്കെ ഏകദേശം ഒരു 4 വർഷമായിട്ടുള്ളൂ. അതിലിപ്പോൾ ഒരു 3 വർഷമായിട്ട് നമുക്ക് ഏകദേശം വിളവുകൾ കിട്ടി തുടങ്ങി. ഈ വർഷമാണ് നമുക്കത് കൃത്യമായിട്ട് വിളവുകൾ കിട്ടുന്നുണ്ട്. ഇവിടെ അൽഫോൻസ് ഉണ്ട്, നീലനുണ്ട്, പിന്നെ അതുപോലെ തന്നെ സോത്താപുരി ഉണ്ട്. അങ്ങനെയുള്ള 3-4 വെറൈറ്റി മാവുകൾ ഈ ഇതിലുണ്ട്. ഇതോടൊപ്പം തന്നെ മാതള നാരകവും നമ്മൾ സപ്പോട്ട എന്ന് വിളിക്കുന്ന ചിക്കുവും ഇവിടെ ധാരാളം വിളയുന്നുണ്ട്. ഏറെ ശ്രദ്ധയോടെ പരിചരിക്കേണ്ട ഒരു വിളയാണ് മാതളം. കാരണം പോഷക സമൃദ്ധമാണ് ഈ പഴം. ഏകദേശം 200ഓളം മാതളം കൃഷി ചെയ്യുന്നുണ്ട്. ഇത് ഈ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമാണ്. ഏകദേശം ഈ ഒരു കാലഘട്ടത്തിൽ ഫെബ്രുവരി മാർച്ച് കാലഘട്ടത്തിലാണ് ഇത് സാധാരണ ഇതിലൂടെ പൂക്കുക. ഇതിന് നല്ല വെയിൽ വേണം, അതുപോലെ തന്നെ നന്നായിട്ട് നനവും, അതുപോലെ തന്നെ കാര്യമായിട്ട് ജൈവവളോ ഇതിൻ്റെ ചുവട്ടിൽ ചെന്നാൽ മാത്രമേ നന്നായിട്ട് പൂക്കുകയുള്ളൂ. അപ്പോൾ ഇത് വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് ഏകദേശം നല്ല രീതിയിൽ ഇത് നാച്ചുറലായിട്ട് തന്നെ ഇത് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിന് കൂടുതലായിട്ട് രാസവളം ഇടാത്തതുകൊണ്ട് തന്നെ ആൾക്കാർ ഇതിന് ആവശ്യക്കാരേറെയാണ്. നമ്മുടെ ഈ പറമ്പിൽ കാര്യമായിട്ട് കൃഷി ചെയ്തിരിക്കുന്ന ഒരു ഫലവൃക്ഷമാണ് ഇത്. ചിക്കൂസ് എന്ന് പറയും, പിന്നെ ചിലരിതിനെ സപ്പോട്ട എന്ന് വിളിക്കും. വളരെയധികം വിപണന സാധ്യതയുള്ള ഒരു ഫലവൃക്ഷമാണിത്. ഇത് ജ്യൂസ് അടിക്കാനും അതുപോലെ തന്നെ ഇത് ഇപ്പോൾ പഴുത്താലും നല്ല മധുരമുണ്ട്. നമുക്കിവിടെ ഒരു 10-300 തൈകളുണ്ട്. നമുക്കാണെങ്കിലും ഇതിന് വലിയ പ്രൊട്ടക്ഷനൊന്നും വേണ്ട. ഇവിടെ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണെങ്കിലും അത്യാവശ്യം നനയ്ക്കുക, പിന്നെ 1 വർഷം കൂടുമ്പോൾ അല്ല 2 വർഷം കൂടുമ്പോൾ കുറച്ച് ചാണകമൊക്കെ വാരിയിട്ട് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഉണ്ടായിക്കോളും. അപ്പോൾ അതിൻ്റെ കായെടുത്ത് മര്യാദയ്ക്ക് നമുക്ക് ഇതിനെ വിൽക്കുകയും ചെയ്യാം. പൈസയ്ക്ക് നല്ലൊരു വരുമാന മാർഗമാണ് കൂടെയാണിത്. ഈ കൂട്ടത്തിൽ തന്നെയാണ് നമ്മുടെ നാടിൻ്റെ പ്രിയ വൃക്ഷം കേരവും വളരുന്നത്. മുന്തിയ ഇനം കുറ്റ്യാടി തെങ്ങുകളാണ് ഇതിനായി തെരഞ്ഞെടുത്തത്. ഇപ്പോൾ ഏതാണ്ട് 4 വർഷം പ്രായമാകുന്ന ഈ തെങ്ങുകൾ അധികം വൈകാതെ കായ്ച്ചു തുടങ്ങും. നമ്മുടെ ഈ പറമ്പിൽ ഏറ്റവും അധികം കൃഷി ചെയ്തിരിക്കുന്നതാണ് തെങ്ങ്. ഈ കാണുന്ന പോലെ ഇതെല്ലാം നാടൻ തെങ്ങുകളാണ്, കുറ്റ്യാടി നാടൻ തെങ്ങുകൾ. ഇപ്പം നട്ടിട്ട് ഒരു 4 വർഷം കഴിഞ്ഞ് 5 വർഷത്തിനോട് അകമായി. ഇനി ഈ ഒരു ക്ലൈമറ്റിനോട് ചേർന്ന് പോകുന്നതാണ് നാടൻ തെങ്ങ്. കാരണം ഇവിടെ വെള്ളത്തിന് വളരെ പരിമിതികളുണ്ട്. കാരണം ഇവിടെ മഴയില്ല, പിന്നെ പുഴവെള്ളം വരാനുള്ള ബുദ്ധിമുട്ട്. നമ്മളതുകൊണ്ട് ബോറടിച്ചാണ് വെള്ളം നനയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് നാടൻ തെങ്ങുകളാകുമ്പോൾ നമുക്ക് നനവ് എന്ന് പറയുന്നത് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് ചുവട് നനച്ചു കൊടുത്താലേ ഇത് പോകുന്നുള്ളൂ. മറ്റു തെങ്ങുകളാകുമ്പോൾ നമ്മൾ സ്ഥിരം ഡെയിലി വെള്ളം വീണില്ലെങ്കിൽ തെങ്ങ് പോകും. അപ്പോൾ ഇതിനാണെങ്കിൽ നല്ല ഈൽഡ് ഉണ്ടാകും. കാരണം ഇവിടെ കാറ്റുണ്ട്, അതുപോലെ നല്ല വെയിലും ഉണ്ട്. അപ്പോൾ അതങ്ങനെയുള്ള ഈ ഒരു ക്ലൈമറ്റിൽ തെങ്ങിനാണെങ്കിൽ നല്ല ഈൽഡ് ഉണ്ടാകും. അപ്പോൾ നമുക്കിവിടെ ഈ പറമ്പിൽ ഏകദേശം 1000 തൈകളുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രായമായ 1000 തെങ്ങുകളുണ്ട്. അപ്പം ഭാവിയിലേക്കാണെങ്കിലും നമ്മുടെ ഈ ഒരു മേഖലയ്ക്കാണെങ്കിലും നല്ല രീതിയിൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കാൻ ഈ മേഖല കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. തീർത്തും ജൈവ രീതിയിലുള്ള
ഒരു കൂട്ടുകൃഷിത്തോട്ടമാണ് ഈ ഭൂമിക. മാവും തെങ്ങും മാതളവും സപ്പോട്ടയും നെല്ലിയും പേരയും ഒപ്പം മുന്തിയ ഇനം മുരിങ്ങകളും എല്ലാം ചേർന്ന ഈ ആശ്രമവാടിക ശരിക്കും ദൈവം സൃഷ്ടിച്ച ഏദൻ തോട്ടം തന്നെയാണ്. ഇവിടെ നമ്മൾ ഈ തെങ്ങിനും അതുപോലെ മാവിനും മറ്റു സാധനങ്ങൾക്കൊക്കെ നമ്മൾ മെയിനായിട്ട് ചാണകമാണ് ഇവിടെ ഉപയോഗിക്കുക. കാരണം ഇവിടെ നമുക്കിപ്പം വലിയ ലോറികൾക്ക് ഫാമുകളിൽ നിന്ന് ചാണകം വരും. ഇപ്പോൾ ഒരു 5 ലോഡൊക്കെ ഒരു വർഷം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൊത്തം നമുക്ക് ഇടാനായിട്ട് സാധിക്കും. അത് 1.5 വർഷം ചാണകം ഇട്ട് കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്ന് വരുന്ന ചാരം, പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇതിന് ചുറ്റുമുള്ള ചപ്പെല്ലാം കൂടെ വെട്ടി ഇതിൻ്റെ ചുവട്ടിൽ തന്നെ കൂട്ടും പൊതയിടും. അപ്പോൾ അതൊരു ചപ്പ് വെട്ടിയിടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു വളവുമാണ്. അതുപോലെ തന്നെ തണുപ്പ് നിൽക്കുന്നതിനുമായിട്ട് സാധിക്കും. അങ്ങനെയുള്ള പിന്നെ രാസവളങ്ങൾ നമ്മൾ പിന്നെ അങ്ങനെ അധികം ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ പിന്നെ കൂടുതലായിട്ട് ബോഡോ മിശ്രിതം ഈ തെങ്ങിന് നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ കൂമ്പിൽ തന്നെ ഒഴിക്കണം. കാരണം നമുക്കറിയാം ഈ ചീച്ചിൽ രോഗം തടയുന്നതിന് ഏറ്റവും നല്ല ഇതാണ് ബോഡോ മിശ്രം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് നമ്മൾ തെങ്ങിൻ തൈ നട്ട് ആദ്യത്തെ ഒരു 5 വർഷം നമ്മൾ ഈ ബോഡോ മിശ്രം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ചീച്ചിൽ രോഗത്തിൽ നിന്ന് ഇതിന് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇതിൽ വരുന്ന വേറെ പ്രശ്നം ഈ കൊമ്പൻ ചെല്ലിയുടെ ഉപദ്രവമാണ്. കൊമ്പൻ ചെല്ലിയെ നമ്മൾ പിടിച്ച് തന്നെ നശിപ്പിക്കുക, അതാണ് അതിന് ഏറ്റവും നല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ബോഡോ മിശ്രം ഒഴിക്കുമ്പോഴും കൊമ്പൻ ചെല്ലിയും കുറേയൊക്കെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതും കാരണമാണ്. അട്ടപ്പാടിയിലെ തനത് കൃഷിക്കാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഈ വൈദികർ ഇവിടെ കാർഷിക അശ്വമേധം നടത്തുന്നത്. അച്ഛന്മാർ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത് തീരെ ഒരു മരുഭൂമി പോലെ ഉള്ള ഒരു സ്ഥലപ്രദേശമാണ്. ശരിക്കും കിഴക്കൻ അട്ടപ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴനിഴൽ പ്രദേശമാണ്. തുലാവർഷവും കാലവർഷവും വളരെ കുറച്ചേ അവിടെ ലഭിക്കുകയുള്ളൂ. പക്ഷേ എങ്കിൽ ആ ലഭിക്കുന്ന ജലം വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്കെല്ലാം വളരെ അത്ഭുതത്തോടെ ഞങ്ങൾ നോക്കി കാണുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പച്ചപ്പും ഈ കാര്യങ്ങളെല്ലാം. പിന്നെ ഇവർ വന്നിട്ട് ആദ്യം ഇവിടെ കുളക്കിണർ കുത്തിയിട്ട് വെള്ളം എടുത്ത് പിന്നെ ഇറത്തിട്ട് പിന്നെ തെങ്ങിൻ തൈ കുറച്ച് വെച്ചായിരുന്നു. ഇപ്പോൾ സാംസണച്ചൻ വന്ന ഉസ്കിൻ്റെ സൈഡ് മൊത്തം ഇപ്പോൾ ഫുള്ളാവേ എല്ലാ ഏരിയയും തെങ്ങ് വെച്ചായിരുന്നു. ആദ്യം ഇരുന്നപ്പോൾ പകുതി വെച്ചായിരുന്നു. മൊത്തം വരണ്ട കാടായിരുന്നത്, കണ്ണുകൾ കാണാനില്ലാതെ. ഇപ്പം അങ്ങനെയല്ല, എല്ലായിടവും இந்த 3 വർഷത്തുക്കുള്ളേ നല്ല പച്ചപ്പായി. ഞങ്ങളിപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ വളരെ അത്ഭുതത്തോടെ കാണുന്നത്. കാരണം ഇതിനു മുമ്പ് ഞങ്ങൾ ഈ സ്ഥലത്ത് വന്ന് കാണുമ്പോഴേ വെറും കല്ലുകൾ മാത്രം ഉള്ള ഒരു ചെടി പോലും കാണാറില്ല. അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ വലിയ അത്ഭുതത്തോടെ ഈ സ്ഥലം കാണുന്നത്. കാരണം ഈ പണിക്കാർ ഇത്രയും പേര് ഇവിടെ ചെയ്യുമ്പോൾ പോലും ഈ അച്ഛന്മാർ അവരുടെ കൂടെ നിന്ന് ഈ വെയിലും അവരുടെ കൂടെ തന്നെ അവരുടെ അധ്വാനത്തിന് ഫലമായിട്ടാണ് ഞങ്ങളിത് ഈ സ്ഥലം കാണുന്നത്. ഇടവപ്പാതിയേക്കാളും തുലാവർഷത്തെ ആശ്രയിക്കുന്ന ഈ നാടിൻ്റെ ജലദൗർലഭ്യം പറഞ്ഞറിയിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ വൈദികർ അക്കാര്യത്തിൽ ചില മുൻകരുതലുകൾ സ്വീകരിച്ചു. ഈ ഭൂമിയുടെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ഒരു ജലസംഭരണി നിർമ്മിച്ച് മഴമേഘങ്ങളെ തോൽപ്പിച്ചു. ഇതാണ് നമ്മുടെ ഈ പറമ്പിൻ്റെ ജലസംഭരണി. നമ്മുടെ ഈ കാണുന്ന പറമ്പ് മുഴുവൻ നനയ്ക്കുന്ന ഇതുകൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിവിടെ 4 ബോറുണ്ട്. 4 ബോറിൽ നിന്ന് വെള്ളം ഇതിലേക്ക് അടിച്ചിടും. എന്നിട്ട് പൈപ്പ് വഴി നമ്മൾ ഇതിലെല്ലാം മുഴുവൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് നനയ്ക്കുക. കാരണം ഈ ഒരു ഏരിയയിൽ വേറെ സ്രോതസ്സുകളൊന്നുമില്ല വെള്ളത്തിനായിട്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ മൊത്തം ചെയ്യുന്നത്. ഈ തെങ്ങും മാവും ഈ ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ ഇതിൽ വെച്ച് നനയ്ക്കുന്നു. ഇതിപ്പോൾ നമുക്ക് സ്പ്രിങ്ക്ലർ സിസ്റ്റമാണ് പിടിപ്പിച്ചിരിക്കുന്നത് നനയ്ക്കാനായിട്ട്. പക്ഷേ വെള്ളത്തിൻ്റെ കുറവ് മൂലം നമ്മളത് കുത്തിനനയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പറമ്പിൽ നമുക്കിവിടെ വളരെ കുറേ മഴ കിട്ടുന്നുള്ളൂ. പക്ഷേ വീഴുന്ന ഒരു തുള്ളി പോലും പുറത്തു പോകാതിരിക്കാത്ത രീതിയിൽ നമ്മളിവിടെ മഴക്കുഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറമ്പിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും മഴക്കുഴികൾ. അപ്പോൾ ആ മഴക്കുഴികളിൽ വെള്ളം സംഭരിക്കുന്നു, അത് ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. ആ വെള്ളം തന്നെ നമുക്ക് ഒരു തരത്തിൽ മറ്റേ തരത്തിൽ കുഴൽക്കിണറിലൂടെ നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് നമ്മളിത് മുഴുവൻ നനയ്ക്കുകയും ഇതിനെ കൂടുതൽ പച്ചപ്പിലേക്ക് ഈ ഉഷരഭൂമിയെ കൂടുതൽ ഹരിതാപമാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത്. അന്നത്തിനു വേണ്ടി മണ്ണിൽ വിയർപ്പൊഴുക്കി പണിയെടുക്കുന്ന
ആശ്രമവാസികളായ ഈ വൈദികർ നമുക്ക് തരുന്ന സന്ദേശം ആത്മീയതയുടെ ഉയർന്ന മാനങ്ങൾ തന്നെയാണ്. കേവല സംസാരത്തിനുമപ്പുറം കർമ്മം കൊണ്ടാണ് അവർ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കൃഷി രീതിയും അതേപോലെ തന്നെ ജീവിതശൈലിയും. നമുക്ക് എത്രമാത്രം പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാവോ അതുപോലെ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക, അതുപോലെ പ്രകൃതിയിലൂടെ നമ്മുടെ ആത്മീയത മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. ഒരുപക്ഷെ സഭാതലത്തിൽ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, സ്കൂളുകൾ, സ്ഥാപനങ്ങൾ ഒക്കെ നടത്തും. പക്ഷെ ഇവിടെ നമ്മളായിരിക്കുന്ന മേഖലയിൽ അട്ടപ്പാടിയിൽ എത്രമാത്രം നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും? ഇപ്പം അട്ടപ്പാടിയിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രകൃതിയോട് ചേർന്ന് അതിനായിട്ടുള്ള കൃഷി രീതികൾ, അതിലൂടെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് മഹത്വപ്പെടുത്തുക. ഇപ്പം നമ്മുടെ പരിശുപിതാവിൻ്റെ ചാകർക്കലേഖനത്തിൽ പറയുന്നത് പോലെ സൃഷ്ടിയിലൂടെ സൃഷ്ടാവിങ്കിലേക്ക് തിരിയുവാനായിട്ട് അതിന് നമുക്ക് എത്രമാത്രം സാധിക്കുന്നു എന്നുള്ളത്. കാരണം നമുക്കറിയാം കർത്താവ് യേശു മിശിഹായുടെ ബലിപീഠമായിട്ട് നമുക്ക് ഈ പ്രകൃതിയെ കാണാം. കാരണം കർത്താവ് യേശു മിശിഹ രക്തം ചിന്തിയത് ഈ ഭൂമിയിൽ തന്നെയാണ്, ഗവൽത്താ മലയിലാണ്. അപ്പം പ്രകൃതിയിലാണ്, ചുരുക്കി പറഞ്ഞ ആദ്യത്തെ കുർബാന പോലും അർപ്പിക്കപ്പെടുന്നത് പ്രകൃതിയിലാണ്. അതുപോലെ നമ്മുടെ ജീവിതവും പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ആ പ്രകൃതിയിലൂടെ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്. പ്രാർത്ഥനയോടൊപ്പം പ്രവൃത്തിയിലും അധിഷ്ഠിതമാണ് തങ്ങളുടെ ജീവിതമെന്ന് ഈ വൈദികർ വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കൈകൊണ്ട് നമ്മുടെ വീട്ടുവളപ്പിൽ നമുക്കാവുന്ന രീതിയിൽ ഒരു ചെടിയെങ്കിലും നടുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന ഫലം കഴിക്കുവാനായിട്ട്, അങ്ങനെ നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കുവാനും പ്രകൃതിയിലൂടെ തമ്പുരാനെ മഹത്വപ്പെടുത്തുവാനും, പ്രകൃതിയിലേക്ക് തിരിഞ്ഞ് ദൈവത്തിൻ്റെ കരവേലകൾ പ്രകൃതിയിൽ നിന്ന് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിനും മറ്റുള്ളവരുടെ ജീവിതത്തിനും ഉതകുന്ന രീതിയിൽ പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിച്ച അതാണ് ഏറ്റവും വലിയ ദൈവാരാധന എന്ന് പറയുന്നത്. പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയിലൂടെ തമ്പുരാനെ സ്നേഹിക്കുക. അതിന് നമുക്കെല്ലാവരും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കിഴക്കൻ അട്ടപ്പാടിയുടെ വരണ്ട മണ്ണിനു മീതെ ഹരിതമേഘങ്ങളായി പെയ്തിറങ്ങിയ ഈ യുവവൈദികരെ നമുക്ക് മറക്കാതിരിക്കാം. കാരണം സഭയുടെ പാരിസ്ഥിതിക ഇടപെടലുകൾക്ക് ഇത്തരം ഒറ്റപ്പെട്ട മാതൃകകൾ മാത്രമേ നമുക്ക് മുൻപിലുള്ളൂ. അതാകട്ടെ നാളത്തെ മിശിഹ ചരിത്രം. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം, ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്ക